ഹലോ, എന്തൊക്കെ എല്ലാവരും വർത്തമാനം? അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നതാണ്. നമ്മളെ ടീം എല്ലാവരും ഉണ്ട്. നമ്മൾ എറണാകുളം വരെ ഒരു യാത്ര, അതാണ് ഇന്നത്തെ വ്ളോഗ്. അത് ജസ്റ്റ് നമ്മളൊരു ടീംസ് എല്ലാവരും വണ്ടി എടുത്തിക്കണേ. അപ്പോൾ അവർക്ക് ഡ്രൈവിങ് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. മെയിൻ അതാണ് നമ്മളെ പർപ്പസ്. അപ്പോൾ ആ വീഡിയോസാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണാം. ഓക്കെ. അപ്പോൾ നമ്മളെ മെയിനായിട്ട് യാത്ര സെറ്റ് ചെയ്ത് എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സിൽ രണ്ടാൾക്കാരുണ്ട്, മുസ്തഫ, ഫൈസൽ. അപ്പോൾ ഇവർക്ക് ഡ്രൈവിങ് സെറ്റാക്കുക എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഫൈസലാണ്, അടുത്തിരിക്കുന്നതാണ് മുസ്തഫ. അപ്പോൾ അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ ഒന്നും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കുക എന്നുള്ള പ്ലാനിലാണ്. അപ്പം അങ്ങനെയാണ് നമ്മളിങ്ങനെ എറണാകുളത്ത് കണ്ട് ഡ്രൈവ് ചെയ്ത് പോവുക. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. പോയൊക്കെ ഏതായാലും ഹെവി ഡ്രൈവറല്ലേ വണ്ടി ഓടിക്കണ, പെട്ടെന്ന് എത്തോടെ നമ്മളെ ഫൈസൽ സാഹിബ് ഇതിലൂടെ ഓടിച്ചാൽ മതി. ഇതാണ് നല്ല അല്ലേ, നല്ല റോഡ്. സർവീസ് റോഡോ? അധികം കൂട്ടണ തട്ടോടെ അന്റെ ഭാഗം ശ്രദ്ധിച്ചാണ്. അവിടെ നല്ല ഹെവി ഇതാണ്, അതിനൊരു ഇറക്കില്ല, വണ്ടി മറിച്ചിലല്ലേ. നല്ലൊരു ഓട്ടോഷ പറഞ്ഞാണ്, അമ്മാതിരി മരയില പറഞ്ഞേ. ഇവിടെ പുതിയ റെസ്റ്റോറന്റ്. അപ്പൊ നമ്മള് കോട്ടക്കൽ എത്തിക്കണേ. അപ്പൊ ഇനി കോട്ടക്കന്ന് ഫുഡ് കഴിക്കാന്ന് കരുതി. കണ്ണിനെന്താ പ്രശ്നം ഉണ്ടാവും? വണ്ടി രാത്രി നമ്മള് ഭക്ഷണം കഴിക്കാട്ടോ. നല്ല കുഴിമന്തി കിട്ടിക്കണേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാല് മിന്റല്ലേ. അപ്പോൾ നമ്മൾ കോട്ടക്കുന്ന് ഫുഡൊക്കെ കഴിച്ചാണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഒറ്റ സ്ട്രെച്ചിൽ നേരെ എറണാകുളം പിടിക്കാനാണ് പ്ലാന്. പിന്നെ എന്താ ഉറക്കം വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ എവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യും. പിറ്റേന്ന് ഇറങ്ങാന്നാണ്, അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചത്. ഓക്കെ. ട്രാക്കിൽ തന്നെ പറഞ്ഞു കേട്ടോ, ഇത് മറ്റേ ഗെയിം കളിക്കല്ലത്. എറണാകുളം ഒരു ഓലക്കൊണ്ട് തന്നെ വണ്ടി ഓടിപ്പിക്കണം. മൂന്നാമത്തെ ട്രാക്കിൽ സ്പീഡ് കൂടുതലുണ്ട്, ബാക്കത്തെ വണ്ടി അടിച്ചു കയറും. ട്രാക്ക് മനസ്സിലാക്ക്, ഇടത്തേക്ക് അധികം കുട്ടി പോലെ. ജെവി ഡ്രൈവറാണ് കാറുണ്ടല്ലോ, അവന് വണ്ടി ബാക്കിലായിരുന്നേ. ഓരോന്ന് കിളി പോയി വരികയാണ്. അപ്പൊ ട്രാക്ക് ട്രാക്കിൽ തന്നെ പിടിച്ചോളി. അന്റെ ഈ ട്രാക്ക് തന്നെ നല്ല സ്പീഡ് പോലുള്ള ട്രാക്കാണ്. മൂന്നാമത്തെ ട്രാക്ക് നമുക്ക് അടുക്കല്ലേ, കിളിയോണ്ട് പോവാണ്ടേ. ഓട്ടി പഠിച്ചാണല്ലോ വണ്ടി ഇവിടെ കറക്ക് കറങ്ങല്ലേ, ഒന്നും വണ്ടി ആ ട്രാക്ക് പോണ്ട. ഈ ട്രാക്ക് ഇതാണ് ഒറിജിനൽ ട്രാക്ക്, നമ്മള് പോണ ട്രാക്ക് ഇതാ, കേരള ട്രാക്ക്. ഓക്കെ, പോട്ടെ. ഫോർത്തിൽ പോയാ മതി. മൂന്നിലാണ് വണ്ടി മാറിയിട്ട് തല ഞാനൊക്കെ എത്ര വണ്ടി എത്ര ഗീർ വേണോ? വലിയ ഹെവി ഡ്രൈവർ ആണോ? സൈഡ് അതിലല്ല എന്റെ വണ്ടി ഇങ്ങോട്ടാ കയറ്റ, ബാക്കിൽ കൂടെ വന്ന കിളിയുണ്ട് പോവാന്റെ. ചങ്ങായി അങ്ങോട്ട് എടുക്കല്ലേ, ഇങ്ങോട്ട് എടുക്കേ. എന്റെ പോക്കണ്ട വെച്ചോ ഹെവിയാണ്. ഒരു അലക്ക് ഗീറല്ലേ എനിക്കറിയില്ല. ഇത് സേഫാണ് റാസിക്ക്, അതാണ് കുറച്ചും നടുവില് പോയാ മതി. പക്ഷെ ഓന് ഫിഫ്ത് ഗിയർ കിട്ടണില്ല. സംഗതി ഇട്ടില്ലടാ.
എന്നാ ഇട്ടാളേ വേണ്ട 2 മറിച്ചിട്ട് കൂടുതൽ പറയും വണ്ടി കളിക്കാൻ നിൽക്കണ്ട. സ്പീഡ് അധികം വിടുമ്പോ ഗിയർ അധികം അങ്ങനെ ഉണ്ടല്ലേ ഓടുമ്പോ തേടുക്കാൻ വെക്കണത് വണ്ടിനാ. തേടിന്റെ ആളായി മാറി. അപ്പൊ അങ്ങനെയൊക്കെയാണ് മുസ്തഫ. എന്തായാലും ഈ എന്താ മുസ്തഫ? ഞാൻ ക്ലച്ച് ഔട്ടിട്ട് ഇതാക്കി വെക്കുക. ഈ റോഡ് മുതൽ കളിക്കല്ലേ അതിന് നിൽക്കല്ലോ മുസ്തഫ. വണ്ടി ഒരാൾ ഇപ്പൊ ഈ 4th തന്നെ പോയാൽ മതി. ഓനെപ്പോഴല്ലേ കൂട്ടിക്കോ ഓന്റെ കൂട്ടത്തില് ഹീറോച്ചാല് വേണ്ടിട്ടാണ് അത്രേ ഉള്ളൂ. നോക്കാനിപ്പോ തന്റെ കാലിന്റെ അടുക്കണ്ട് കയറ്റേണ്ട അന്നെ ആ ഭാഗത്ത് എന്റെ ഭാഗത്ത് കാലിന്റെ അടുത്ത് പ്രാവശ്യം അടുപ്പിക്കാൻ അതിനിപ്പഴും നേരം കിട്ടാൻ ആകുന്നില്ല. പിന്നെ ചോദിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞോട്ടെ, കാര്യം പറഞ്ഞോട്ടെ. അതായത് വണ്ടി ന്യൂട്രലിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വലിച്ചിട്ട് ന്യൂട്രലിലേക്ക് കൊണ്ടുവന്ന് സെന്ററിന്ന് ഇങ്ങോട്ട് വലിച്ചു. അതെ പക്ഷെ അതൊക്കെ പെട്ടെന്ന് ഇട്ട് പോകട്ടോ അല്ലേ വണ്ടി വണ്ടി വളരെ ഡയലോഗ് കേട്ടാലോ ഒക്കെ അറിയണോ. അല്ല റാസികെ ഓൻ ഏത് ട്രാക്കിൽ ഓടിക്കുന്ന ഈ പറയണേ? ആ ട്രാക്ക് സ്ലോവില് പോയാൽ ഞാൻ പറയണെങ്കില് ഞാൻ സെൻട്രൽ ട്രാക്ക് ഞാൻ പിടിക്കില്ല. സെൻട്രൽ ട്രാക്ക് വണ്ടി ഹോട്ടലുണ്ട്. രണ്ടാൾ ആദ്യമായിട്ടല്ലേ ഈ അയ്യമ്മക്കല്ലേ കേറുന്നത്. സെൻട്രൽ ട്രാക്കിനെ കയറ്റുന്നത് റോഡില്ലല്ലോ. ഉറക്കത്തിനൊക്കെ പോയിട്ടോ തൃശ്ശൂര് വണ്ടിയായിട്ട് പോയിട്ടോ. ആയിക്കോട്ടെ, ഇത് ബാഗിത്തെ വണ്ടി ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ഇത് അടുത്ത ഭാഗമാണ് വണ്ടിയൊക്കെ ആ ട്രാക്കിന് വെള്ളത്തിന്റെ ഞാൻ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണില്ല. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ആക്കിയ ബാക്കിൽ വെള്ളം അടിയും. ഞാൻ 90-ലാണ് മറ്റേ വൈഫ്മോനെ മുന്നിലൂടെ വർത്താനം പറയാൻ ആ കാലി കണ്ടു തീർക്കാണ്. ഇതൊക്കെ ചെക്കൻ ശ്രദ്ധിക്കട്ടോ. ചെക്കൻ വണ്ടി സ്മൂത്ത് അല്ലേ കുത്തി. അതെ, നമ്മള് എറണാകുളം ട്രിപ്പ് പ്ലാൻ ചെയ്തതിന്റെ മെയിന് വൈസലിനല്ല. വൈസലിനതാ ഇവർക്ക് രണ്ടാക്കും വണ്ടി ഒന്ന് സെറ്റ് ആയി. ഇവരിപ്പോ എടുത്തതാണ് ഈ വണ്ടി. നമുക്ക് സെറ്റാണ്. ഹെവി ഡ്രൈവറാ. വൈസൽ 160 പോണേ. നമ്മളിപ്പോ ഇവിടെ ഗുരുവായൂർ എത്തിക്കണേ. നമ്മള് ഏകദേശം 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എറണാകുളത്ത് പോകാന്നുള്ള ഒരു ഇതില് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഗുരുവായൂർ എത്തിയപ്പോൾ നമ്മളിവിടെ റൂം എടുത്തിട്ട് ഇന്നിവിടെ നിന്നിട്ട് നാളെ രാവിലെ ഇറങ്ങാനാണ് പ്ലാന് അല്ലേ? അതവിടെ എല്ലാവരും ഉണ്ട്. മനസ്സിലേ? ഓക്കെ. സോനാന്ന് ഷർട്ടൊന്നുമില്ല. അപ്പൊ ഒന്ന് ബ്ലർ ചെയ്ത് നിൽക്കണേ. ഓക്കെ. അപ്പൊ അങ്ങനൊക്കെ മനസ്സിലായേ? ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം 9:30 ഇറങ്ങിയത് അല്ലേ? ഇവിടെ വീട്ടിൽ നിന്ന് ഒരു 9:30 ഇറങ്ങി. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിക്കണേ. നമ്മളിപ്പോൾ ഇവിടെ റൂം എടുത്തിക്കാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് ഇവിടുന്ന് എറണാകുളത്തേക്ക് തിരിക്കാന്നാണ് കരുതിയത്. നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫൈസലിൻ്റെ ഡ്രൈവിങ്? നമ്മളത് യാത്ര പഠിച്ചല്ലേ? ഇനി മുസ്തഫനെ നമ്മൾ കണ്ടില്ല. മുസ്തഫ ഒന്ന് റെഡി ആവുന്നുണ്ട്. റെഡി ആവുന്നുണ്ടെങ്കിൽ സോന ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വരലുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ പിന്നെ 2 ടൈം ഉറങ്ങണ്ടേ? രാവിലെ 6 നീച്ചോണ്ടേ? അങ്ങനെയൊക്കെയാണ് പ്ലാൻ. രാവിലെ 6 നീക്കണം. നമ്മള് കറക്റ്റ് ഒരു ഇവിടുന്ന് 2 മണിക്കൂറുള്ളൂ എറണാകുളത്തേക്ക്. 2 മണിക്കൂർ ഇല്ലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മെയിൻ നമ്മൾ പർപ്പസ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇതാണ് ഇവർക്ക് ഡ്രൈവിങ് സെറ്റ് ആക്കാന്നുള്ളത്. അവർ രണ്ടാണ്, അതായത് ഫൈസലിനും മുസ്തഫാക്കും.
അപ്പൊ അത് ഫൈസലാണ് ഇപ്പൊ ഇതുവരെ ഗുരുവായൂർ വരെ ഓനാണ് വണ്ടി ഓടിച്ചത് അല്ലേ. ഭയങ്കര ഉഷാറായിരുന്നു. അവന് 5th ഗിയർക്ക് ഇടാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു അല്ലേ. ഓനെ 5th കൊടുക്കുമ്പോ 3rd കാണണ്ടേ സെറ്റായിരുന്നു. മുസ്തഫാന്റെ എങ്ങനെയാണ് അറിയില്ല. മുസ്തഫ ഒരു പണി ഉണ്ടാക്കിന്ന് വരുമ്പോ ഓന് ഹാൻഡ് ബ്രേക്ക് മേടിക്കാൻ മറന്നാണ്. ഫോണ് പൊട്ടി തെറിച്ചല്ലോ കേട്ടോ. ഫുൾ ടൈം ഫോണ് ചാർജിങ്ങനെ കുത്താൻ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അല്ല ഇന്നത്തെ ഫുഡ് എങ്ങനെയായിരുന്നു? ഫുഡ് ഒരു രക്ഷയില്ല. മന്തി ആയിരുന്നു. മന്തി നോർമല്. ശരിക്കും ഞങ്ങള് ഒറ്റ സ്ട്രെച്ചില് എറണാകുളം പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. മന്തി കഴിച്ചപ്പോ എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി അല്ലേ. അതുകൊണ്ട് നമ്മൾ മെയിനായി റൂം എടുത്ത് തന്നെ ഇവ റാസിക്ക് ഉറങ്ങണില്ല. ആവശ്യമില്ല അങ്ങനെ ഒരു പ്രമോഷൻ ഒന്നും വേണ്ട. ഒരു വെറുതെ ഒന്നും റൂമിലെ പ്രമോഷനൊന്നും ആവശ്യമില്ല. പക്ഷെ ഇവ റാസിക്ക് ഉറങ്ങണില്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ശരി എന്നാ ബാക്കി വീഡിയോസ് ഒക്കെ നാളെ കാണാം. ഓക്കെ. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം, നമ്മളിപ്പോ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാണ് അലി സാഹിബ് ഇവിടെ ഇല്ല. അപ്പൊ ദുബായിൽ പോയി അന്ന് പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ 20-ാം തീയതി പോകുന്നുള്ളൂ. അപ്പൊ മോനെ പ്രത്യേകം പറയാൻ പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. മോനെ വീഡിയോയിൽ ഇല്ല. മോനെ കൂടി ഉണ്ടാകേണ്ടതാണിത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഇനി നാളെ നല്ല വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മള് രാവിലെ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ ഗുരുവായൂരാണുള്ളത്. അപ്പോൾ നമ്മളിവിടെയാണ് റൂം എടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഗുരുവായൂരാണുള്ളത്. ഇങ്ങനെ നടക്കും വേണം. ഒരു ചായ കിട്ടണം അല്ലേ. ആ പാലം കടന്നാല് വലിയ രാത്രി വരുമ്പോ അതിലൂടെ സിറ്റിയില്ല. അവിടെ ഈ പല കണ്ണ് ഫുള്ളും പോയോ? അങ്ങോട്ട് പോയോ? അടി കൂടല്ലേ പല കിടന്ന മനസ്സിലായി. എന്താണ് അവിടുന്ന് കിട്ടിയില്ലേ? അവിടുന്ന് പേസ്റ്റ് കിട്ടില്ല. കിട്ടില്ലല്ലേ. അടുത്ത് നടക്കന്നെ ചിലപ്പോ നടക്കാറിയല്ലേ. ഏകദേശം 1 കിലോമീറ്റർ ഒക്കെ നടന്നേനെ അല്ലേ. ചേച്ചി ടൗണിക്ക് വേണ്ട. ടൗൺ ചായ കൂടുന്നുണ്ടോ? ഹോട്ടൽ ചായ വലിയ കട. ഓക്കെ. എന്താ പറഞ്ഞേ? എന്താണ് വേണ്ടത് സാപ്പിടാന്ന് എല്ലുണ്ടോ? നമ്മളെ സ്ഥിരം പരിപാടി തന്നെ രാവിലെ അങ്ങനെ നടക്കുക. അതിപ്പോ ഈ പറഞ്ഞ ആവശ്യമില്ലല്ലോ. ട്രെയിൻ പോണ കാണില്ലേ. അതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. വിശേഷം നല്ല രസമല്ലേ വീട് കാണാൻ. പ്രത്യേകത ഒരു വീടല്ലേ. എന്ത് ഇത് മാത്രല്ലേ ഉള്ളൂ? ഈ ഒരു പോർച്ചിൽ ഏകദേശം എത്ര കിലോമീറ്റർ നടന്നടാ? 5 കിലോമീറ്റർ ആയിണ്ടാവല്ലേ? 5 ആയിണ്ടാവും. ഏറിപ്പോയ 3 ഒക്കെ ആയിണ്ടാവും. കണ്ടത് 15 കിലോമീറ്ററിന്റെ അടുത്തായിണ്ടാവും. ഗേറ്റ് കടന്നു പോകേണ്ടി നമ്മള്. ഗേറ്റ് കടക്കേണ്ടിരിക്കാറല്ലേ. ഇവിടെ ഇപ്പൊ തന്നെ ഇലക്ഷൻ പ്രചാരണം കടകളൊക്കെ ഉള്ളതാണ്. ഇവിടെ ഇപ്പൊ തന്നെ ഇലക്ഷൻ പ്രചാരണം നടന്നുണ്ടോ? ഗൗലിപ്പോ അതിലൂടെ നടന്നു. ഭക്ഷണം കഴിച്ചോ? പിന്നെ എന്നാൽ അടുത്ത പ്ലാന് നമ്മൾ നേരെ എറണാകുളത്ത് കുടിക്കണം. ഇപ്പൊ ചായ കുടിച്ചിട്ട് വന്നില്ലേ. റാസിക്ക ഉണ്ടാക്കണേ. അപ്പൊ അതായത് മുസ്തഫ 2 കഷ്ണം മുട്ടും.
ആരാണ് ID കാർഡ് ഡൽഹിക്ക് അയച്ചെടുത്തത്? അതായത് ഇന്നലെ മുസ്തഫ ഡൽഹിക്കാണ് അയച്ചു കൊടുത്ത ആ ID കാർഡ്. ഓനെ എന്താ ഓനൊക്കെ ചെയ്യാ? അപ്പൊ നമ്മളിങ്ങനെ ഇവിടുന്ന് ഗുരുവായൂർ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നേരെ എറണാകുളമാണ്. അപ്പോൾ അത് ഏകദേശം 9 മണിയായിക്കണ്. നമ്മളിങ്ങനെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ രാവിലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് നടക്കാൻ പോയി. അങ്ങനെ നമ്മൾ ഇപ്പോൾ നേരെ ഇവിടുന്ന് അടുത്ത് നേരെ എറണാകുളം. ഓക്കെ, നമ്മളിതാ ഗുരുവായൂരിൽ ഇങ്ങനെ എന്താ പറയാ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്തഫയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കണല്ലേ. അപ്പൊ നമ്മളിതപ്പോ ഇങ്ങനെ ഏതാണ് ഇപ്പോൾ പുതിയ നാഷണൽ ഹൈവേ പോയിട്ടിരിക്കട്ടെ. എറണാകുളത്ത് ഏകദേശം 1 മണിക്കൂറോടൊക്കെ എത്തും. അപ്പൊ ഇപ്പൊ ആരാ വണ്ടി ഓടിക്കണേ? മുസ്തഫയാണ് അല്ലേ? മുസ്തഫാന്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? ഉഷാറാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര കട്ടിങ് ആണ്, കട്ടിങ് ആണ്, നൂൽ കട്ടിങ് ആണ്. അതാണ് നല്ല. അപ്പൊ ഫൈസൽ ഏകദേശം ഗുരുവായൂർ വരെ ഓടിച്ചു ഇന്നലെ. ഓനെ സക്സസ് ആയി. മുസ്തഫാന്റെ അല്ലേ നോക്കാണ്. അപ്പൊ റാസിക്കേ എങ്ങനെയുണ്ട് മുസ്തഫാനത് ഡ്രൈവിംഗ്? മുസ്തഫാൻ എന്താണ് അവസ്ഥ? കുഴപ്പമില്ല, അളവൊന്നും മനസ്സിലായില്ല. ഇപ്പൊ സെറ്റല്ലേ? സെറ്റാണെങ്കിൽ ബാക്കിടുക്കളും ഇടയിൽ കൂടെ ഒക്കെ പോകണം. ഇതിപ്പോ പോകാൻ കഴിയും? അങ്ങനെ തിരിക്കലും മറിക്കലൊക്കെ ആണ്. അതൊക്കെ അതൊന്നും നോക്കണ്ടല്ലേ. പിന്നെന്താ വൈസലിനായി കൂടെ 10 റൗണ്ട് അടിച്ചാൽ മതി. ഏത് വൈസലിനും മുന്നേ കൂടെ 5th ഗിയർ കിട്ടിയെന്നോ? അതൊന്നും ഇടല ഇഷ്ടമാണ്. ഇത്ര വയസ്സിന് വണ്ടി ഓടിക്കാറില്ല. ഇവിടെ അനിരുദ്ധിന്റെ BGM വിട്ടാണ്. അപ്പൊ നമ്മള് ഇവിടെ എറണാകുളത്ത് എത്തിക്കണേ. ഏകദേശം 1 മണിയായി. റോഡൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ കലൂരുള്ള ചാർക്കോൾ റെസ്റ്റോറൻറ്റിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരിക്കും. എന്താണ് മനസ്സിലായി? അതിനകത്തുണ്ടോ? ഇങ്ങനെ കലൂർ ഇറങ്ങി അവിടെ ഒരു ചാർക്കോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ഇങ്ങനെ എടപ്പള്ളിക്ക് പോകാൻ വേണ്ടി മെട്രോയിൽ കയറിയതാണ്. ഓക്കെ, മനസ്സിലാ? അതിന് എന്താണ് അടുത്ത പ്ലാൻ? എന്താണ്? മട്ടാഞ്ചേരി, മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി, ലുലുന്നുണ്ടെങ്കിൽ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായത്? മന്തി കുറച്ച് ഹെവിയാ തോന്നും അല്ലേ? അപ്പോൾ ഒരു ബീഫിൻ്റെ ഒരു എന്താ പറയുക ഒരു ചിക്കൻ്റെ അല്ലേ 2 പീസ് കഴിച്ചിന്. കൊച്ചിയുടെ മുഖമുദ്രയായിട്ടുള്ള കൊച്ചി മെട്രോയിൽ കയറാൻ പോവുകയാണ്. ജമൈക്കൻ മന്തി കഴിച്ച് അതിൻ്റെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടാണ്.
പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടപ്പള്ളിയിലെ ലുലു മാൾ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്പെൻസ് ഇങ്ങനെ കണക്കൂട്ടാണ്ടോ ട്രാവലിങ്ങിൻ്റെ. നമ്മളിപ്പോൾ ഫുള്ള് ഇതാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പൈസയിൽ എന്താണ് അവസ്ഥ? ബജറ്റ് ഓക്കെ അല്ലേ? ബജറ്റിനനുസരിച്ചല്ലേ കാര്യങ്ങൾ പോണേ. നമ്മളെപ്പോൾ യാത്ര പോകണമെങ്കിലും ഫുള്ള് അതിൻ്റെ അക്കൗണ്ട്സ് ഡീൽ ചെയ്ത് ഇവരാണ്. ഒരാൾ പുലിയാണ്. മിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലുലു മാള്, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, വാട്ടർ മെട്രോ, കുമ്പളങ്ങി, അങ്ങനെ കൊച്ചിയിലെ ഒരുവിധം സ്ഥലത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് കറങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ എറണാകുളത്ത് നിന്ന് തിരിക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു പൈസ ഇന്നത്തെ യാത്ര? പറയും അടിപൊളി യാത്രയായിരുന്നു. നമ്മളിന്ന് കാര്യമായിട്ട് ഇവിടെ കറങ്ങിയിട്ടൊന്നുമില്ല. മെയിനായിട്ട് ഫുഡ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നല്ലോ. ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. എറണാകുളത്തുള്ള ഒരു വിധം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ടയർഡായിട്ടുണ്ട്.